അടുത്ത ആഴ്ച മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണോ? IT സ്റ്റോക്കുകളിൽ സെൽ ഓഫ് നടക്കുന്ന ഈ ഒരു സമയത്ത് സ്മാർട്ട് മണി പതുക്കെ അവരുടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുകയാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് പാനിക് സെൽ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഓൾറെഡി പൊസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഈ സിമ്പിൾ: നിങ്ങൾ പാനിക് സൈഡിലാണോ അല്ലെങ്കിൽ സ്മാർട്ട് മണിയുടെ സൈഡിലാണോ? റൈറ്റ് നൗ മാർക്കറ്റ് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണുള്ളത്. ഗ്ലോബൽ ക്യൂസ് മിക്സഡ് ആണ്. IT സെല്ലിംഗ് വരുന്നുണ്ട്, പക്ഷേ മണി ഈസ് നോട്ട് ലിവിങ് ദ മാർക്കറ്റ്, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. മാർക്കറ്റ് ഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡെഡ് ആയി എന്ന അർത്ഥമില്ല. ഒരു കറക്ഷൻ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കറക്ഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ പ്രിപ്പയർഡ് ട്രേഡേഴ്സ്. അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രേഡേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലാസ്റ്റ് വീക്കിൽ നടന്ന ഒരു സെക്ടർ റൊട്ടേഷൻ്റെ എക്സാമ്പിളാണിത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മുടെയൊക്കെ വാച്ച് ലിസ്റ്റ് ഉണ്ടാകേണ്ട 5 പവർഫുൾ സ്റ്റോക്കിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ 5 സ്റ്റോക്കുകൾ ഒരു റാൻഡം പിക്കല്ല. ഞാനൊരു ട്രെൻഡ്, റിസൾട്ട്, സെക്ടർ സപ്പോർട്ട്, ഓപ്പറേറ്റർ ആക്ടിവിറ്റി, ടെക്നിക്കൽ സ്ട്രക്ചർ ഇവയെല്ലാം കമ്പൈൻ ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്ത ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ആണ്. ഇതൊരു ബൈയിങ് റെക്കമെൻഡേഷൻ അല്ല, ദിസ് ഈസ് ആൻ അറ്റൻഷൻ ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു സെക്ടർ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് നമുക്കും ഒരു നല്ല റൊട്ടേഷൻ സ്ട്രാറ്റജി തന്നെ അപ്ലൈ ചെയ്യാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അടുത്ത ആഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയമാണ്. വലിയ പോളിസി അനൗൺസ്മെന്റ് കാരണം മാർക്കറ്റിൽ വളരെ വലിയ വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ മെറ്റൽസ്, എനർജി, ബാങ്കിങ് സെക്ടറുകളെ പറ്റി കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്കണോമിയുടെ ഈ ഒരു 3 സെക്ടറുകളും ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സിഗ്നൽസ് ഒക്കെ തരുന്നുണ്ട്. വലിയൊരു മുന്നേറ്റത്തിന് പൊട്ടൻഷ്യൽ ഉള്ള 5 സ്പെസിഫിക് കമ്പനികളെയാണ് ഞാൻ എൻ്റെ പേഴ്സണൽ വാച്ച് ലിസ്റ്റിൽ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് ഇവയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഫണ്ടമെൻ്റലും ടെക്നിക്കലുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓരോ സ്റ്റോക്കിനെ പറ്റിയും ഇൻഡിവിജ്വലായിട്ട് പറയുന്നതിന് മുമ്പ് നമുക്കിപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ പെട്ടെന്ന് ഒന്ന് നോക്കി പോകാം. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് ഒരു റോളർ കോസ്റ്റർ യാത്രയായിരുന്നു. ഫെബ്രുവരി 1 ഞായറാഴ്ച യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ശക്തമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ കഴിഞ്ഞു. അന്ന് നിഫ്റ്റി ഏതാണ്ട് 3% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തി. അതിന് പിന്നാലെ ഫെബ്രുവരി 3 ഏറെക്കാലമായി കാത്തിരുന്ന ഇന്ത്യ-US ട്രേഡ് ഡീൽ പ്രഖ്യാപിച്ചതിന് ശേഷം സമീപകാലത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള 1 ഡേ റിക്കവറി നമുക്ക് കാണാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും മറ്റൊരു പ്രധാന ന്യൂസ് വെള്ളിയാഴ്ചത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയുടെ പ്രഖ്യാപനമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ മോണിറ്ററി പോളിസി റിപ്പോ റേറ്റ് 5.25% നിന്ന് മാറ്റമില്ലാതെ തന്നെ നിലനിർത്തുകയും ന്യൂട്രൽ എന്ന നയനിലപാട് തുടരാനും തീരുമാനിച്ചു. ഇതൊരു സർപ്രൈസ് ആയിരുന്നില്ലെങ്കിലും RBIയുടെ ഒരു കമന്ററി പൊതുവെ പോസിറ്റീവ് ആയിരുന്നു. കൂടാതെ 2026 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ പ്രവചനം 7.4% ഉയർത്തുകയും ചെയ്തു. ഇത് മാർക്കറ്റിന് ഒരു സ്റ്റേബിൾ ബാക്ക്ഗ്രൗണ്ട് നൽകുന്നുണ്ട്. പക്ഷേ അണ്ടർലൈയിങ് അൺസർട്ടനിറ്റി ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇൻഡെക്സുകളിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ബാങ്ക് നിഫ്റ്റി 60,000-നും 61,000-നും ഇടയിലുള്ള ഒരു ബ്രോഡ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഒരു ചെറിയൊരു ഡൗൺ മൂവ്മെന്റ് ഉണ്ടായെങ്കിലും തിരിച്ച് 60,000-ന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. വലിയ ഫ്ലക്ച്വേഷനുകൾക്ക് ശേഷം മെയിൻ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഈ ഒരു ആഴ്ച ഏതാണ്ട് 25,700-നടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ, അതായത് ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയും എന്നാൽ നല്ല വോളറ്റാലിറ്റിയും പല സെക്ടറുകളിൽ നിന്ന് സ്ട്രോങ് മൂവ്സും വരുന്ന ഒരു സിറ്റുവേഷനിൽ നന്നായിട്ട് റിസർച്ച് ചെയ്ത ഒരു വാച്ച് ലിസ്റ്റ് വളരെ വാല്യുബിൾ തന്നെയാണ്. ഇത് മാർക്കറ്റിലെ ജെനുവിൻ നോയ്സിനെ ഇഗ്നോർ ചെയ്ത് യുണീക്കും അതുപോലെ തന്നെ അട്രാക്റ്റീവുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളുള്ള കമ്പനികളിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കിലേക്ക് തന്നെ കിടക്കാം. സ്റ്റോക്ക് മെറ്റൽ സെക്ടറിൽ നിന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്കാണ് ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജി. ഞാനിതിനൊരു കോൺട്രാരിയൻ പ്ലേ എന്നാണ് വിളിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ബേസിക്കലി ഈ കമ്പനി റീസെൻ്റ് ആയിട്ടൊരു വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിലെ 3ാം പാദ ഫലങ്ങളിൽ കമ്പനിയുടെ ഒരു കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 169% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഫെബ്രുവരി 4 ഈ ന്യൂസ് വന്നതിന് പിന്നാലെ സ്റ്റോക്ക് പ്രൈസ് ഏതാണ്ട് 13% ഉയർന്ന് 1,321 രൂപ എന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തു. ലോങ് ടൈമിലും ഇതിൻ്റെ ചിത്രം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കമ്പനി അതിൻ്റെ ബിസിനസ്സിലുടനീളം ഒരു കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരികയാണ്. കൊൻസാരിലെ പെല്ലറ്റ് പ്ലാന്റിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള അനുമതിയും അടുത്തിടെ ലഭിക്കുകയുണ്ടായി. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ തുടർച്ചയായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഫെറസ് മെറ്റൽസിൻ്റെ ഡിമാൻഡിന് നല്ലൊരു സപ്പോർട്ട് കൂടിയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കണ്ണുമടച്ച് വാങ്ങാതെ ഒരു വാച്ച് ലിസ്റ്റ് സ്റ്റോക്കായിട്ട് വയ്ക്കണം എന്ന് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രൈസ് ഹൈക്ക് കണ്ടതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതകളുണ്ട്. മാത്രമല്ല റിസൾട്ട് നല്ലതാണെങ്കിലും ഈ ഒരു അനൗൺസ്മെൻറ്റിന് മുമ്പിലുള്ള ചില ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ബിയറിഷ് സിഗ്നലുകളാണ് തന്നിരുന്നത്.
സ്റ്റോക്ക് ഇമ്പോർട്ടൻറ്റ് മൂവിങ് ആവറേജുകൾക്ക് താഴെയുമായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്ട്രോങ് കോൺട്രഡിക്ഷൻ കാണാം. ഒരു സൈഡിൽ നല്ല ഏർണിങ്സ് കാരണം ഒരു വലിയ റാലി നടക്കുന്നു, പക്ഷേ മറുഭാഗത്ത് ഷോർട്ട് ടൈമിൽ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു പ്രൈസ് കറക്ഷനോ ഉള്ള സാധ്യതകളുണ്ട് എന്നും പറയുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ വലിയൊരു കുതിപ്പിന് ശേഷം ഒരു സ്റ്റെബിലൈസ് ആകുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു സമയമാണ്. ഈ സ്റ്റോക്കിന് അതിൻ്റെ ഗെയിൻസ് നിലനിർത്താനും അതുപോലെ തന്നെ സ്ട്രോങ് ഫണ്ടമെൻ്റൽസിൻ്റെ ബലത്തിൽ ഒരു പുതിയ ബേസ് ഉണ്ടാക്കാനും പറ്റിയാൽ എൻട്രി പോയിന്റ് ഇപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്ലോസ് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് എനർജി സെക്ടറിലേക്ക് വരാം. എൻ്റെ വാച്ച് ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്കാണ് JSW എനർജി. ഒരു കംബാക്കിന് ചാൻസ് തരുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് ലിസ്റ്റിൽ വരാൻ ഒരു കാരണവും അതുതന്നെയാണ്. സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലായിരുന്നു. ഫെബ്രുവരി 4 വരെ ഇത് ഒരു ടെക്നിക്കലി വീക്കായി കാണപ്പെട്ട ഒരു സ്റ്റോക്കായിരുന്നു. മാക്ഡി ഇൻഡിക്കേറ്റർ ഒരു സ്ട്രോങ് ബിയറിഷ് സിഗ്നലാണ് തന്നിരുന്നത്. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മറിയുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പിക്ചർ മൊത്തത്തിൽ മാറി. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു സമ്മറി സ്ട്രോങ് ബൈ എന്ന നിലയിലേക്ക് മാറുകയുണ്ടായി. റീസെൻ്റായിട്ട് സ്റ്റോക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ടൈം മൂവിങ് ആവറേജുകൾക്ക് മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇത് സാധാരണയായിട്ട് ഒരു മൊമെൻറ്റത്തിൽ വരുന്ന ഒരു ഷിഫ്റ്റിനെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ബുള്ളിഷ് പിക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഒരു മൊമെൻറ്റം ഓസിലേറ്റർ ആയിട്ടുള്ള ഡെയിലി RSI 67ലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൂടുന്നതിനെയാണ് കാണിക്കുന്നത്. പിവറ്റ് പോയിന്റ് ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 470 രൂപയിലും അടുത്ത റെസിസ്റ്റൻസ് ലെവൽ 498 രൂപയിലുമാണ് കാണുന്നത്. അപ്പോൾ എനർജി ഡിമാൻഡ് കൂടുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടുത്തെ ഫണ്ടമെന്റൽസും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. JSW എനർജിയുടെ കാര്യത്തിൽ ഒരു വീക്ക് പീരീഡിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്ടോറിയൽ ഔട്ട്ലുക്കിന്റെ ബലത്തിൽ ടെക്നിക്കലി ഒരു റിവൈവിന്റെ സയൻസ് കാണിക്കുന്ന ഒരു സ്റ്റോക്കിന്റെ ക്ലിയർ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ചാർട്ടുകൾ മോശമായിട്ട് കാണിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങളിത് വാച്ച് ചെയ്യേണ്ടത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് JSW എനർജി. ഈ ആഴ്ച എന്തുകൊണ്ടാണ് ഡിമാറ്റ് ശ്രദ്ധാകേന്ദ്രമായേക്കാമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർമാർട്ട് അഥവാ ഡിമാർട്ടാണ്. ഞാനിതിനെ റീറ്റെയിൽ റെസിലിയൻസ് പ്ലേ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു വോളറ്റൈൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ഡിഫൻസീവ് സെക്ടറുകളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഡിമാർട്ടിൻ്റെ പ്രസക്തി വരുന്നത്. ആളുകൾക്ക് എന്ത് സംഭവിച്ചാലും ദൈനംദിന ഉപഭോഗം അങ്ങനെ നിർത്താൻ സാധിക്കില്ല. ഡിമാർട്ടിൻ്റെ ബിസിനസ് മോഡൽ തന്നെ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എല്ലാ ദിവസവും കുറഞ്ഞ വില എന്ന ഒരു തന്ത്രം കാരണം അവർക്ക് ശക്തമായിട്ടുള്ള ഉപഭോക്തൃ അടിത്തറയുണ്ട്. ഫണ്ടമെന്റലായിട്ട് കമ്പനി വളരെ ശക്തമാണ്. ജനുവരിയിൽ പുറത്തു വന്ന മൂന്നാം പാദ ഫലങ്ങളനുസരിച്ച് കമ്പനിയുടെ അറ്റാദായം മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 18% വർദ്ധിച്ച് 856 കോടി രൂപയായി. വരുമാനം 13% വർദ്ധിച്ച് 18,100 കോടി രൂപയും കടന്നു. ഇത് കാണിക്കുന്നത് സാമ്പത്തിക രംഗത്ത് അസ്ഥിരതകൾക്കിടയിലും ഡിമാർട്ടിന്റെ ബിസിനസ് സ്ഥിരതയോടെ വളരുന്നു എന്നുള്ളതാണ്. എന്നാൽ റീറ്റെയിൽ മേഖലയിലെ പൊതുവായിട്ടുള്ള ഉണർവും ഡിമാർട്ടിന് അനുകൂലമാണ്. കാരണം ഡിസ്ക്രിഷണറി സ്പെൻഡിങ് വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില അനലിസ്റ്റുകൾ പറയുന്നത് ക്വിക്ക് കൊമേഴ്ഷ്യൽ കമ്പനികളിൽ നിന്നുള്ള മത്സരം ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നിരുന്നാലും ഡിമാർട്ടിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനക്ഷമതയും കുറഞ്ഞ ചെലവിലുള്ള ബിസിനസ് മോഡലും ഈ മത്സരത്തെ നേരിടാൻ നല്ല രീതിയിൽ സഹായിച്ചേക്കും. ആയതിനാൽ മാർക്കറ്റിലെ അസ്ഥിരത വർദ്ധിക്കുമ്പോൾ സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയിൽ ഡിമാർട്ടിനെ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റോക്കുകളെ പറ്റിയുള്ള ഡീപ്പായിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മളുടെ നാലാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. NTPC ലിമിറ്റഡ്. നാലാമത്തെ സ്റ്റോക്ക് ഒരു ഡിഫൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലേ ആണ്. പവറിംഗ് ത്രൂ വോളറ്റാലിറ്റി. ഇത് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിന്റെ ഹുക്ക് എന്ന് പറയുന്നത്. മാർക്കറ്റ് വോളറ്റൈൽ ആകുമ്പോൾ NTPC പോലെയുള്ള സ്റ്റോക്കുകൾ ഒരു ഹെഡ്ജ് നൽകും. കാരണം ഇതിന് ഒരു സ്റ്റഡി പവർ ഡിമാൻഡും ഒരു പോളിസി സപ്പോർട്ടും നിലവിലുണ്ട്. ചാർട്ട് ഒരുപക്ഷെ നല്ല ഫ്ലാഷി ചാർട്ടുകളൊന്നും ആയിരിക്കില്ല, ബട്ട് ദ സ്ട്രക്ചർ ഈസ് സോളിഡ്. വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ സഡൻ റണ്ണർ ആകാൻ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്മാർട്ട് മണിക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സേഫ് ആയിട്ടുള്ള നല്ല കോൺഫിഡൻസ് തരുന്ന അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ലഭിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യം. തീർച്ചയായിട്ടും സ്മാർട്ട് മണിയുടെ കണ്ണിൽ വളരെ നല്ല സാധ്യതകളുള്ള ഒരു കമ്പനിയായിട്ട് NTPC മാറാം. തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നാലാമതായിട്ട് ഉൾപ്പെടുത്തേണ്ട സ്റ്റോക്കായിട്ട് NTPC മാറുന്നതും അങ്ങനെ തന്നെയാണ്. അഞ്ചാമത്തെ സ്റ്റോക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്നൊരു ബൗൺസ് പ്ലേ ആണ്. ICICI ബാങ്ക്. ഫ്രം സപ്പോർട്ട് ബൗൺസ് ടു ബ്രേക്ക്ഔട്ട് വാച്ച്. ഈ സ്റ്റോക്ക് റീസെൻ്റായിട്ട് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്തിരുന്നു. ഒരു സ്ട്രോങ് സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്ത് പോകുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ക്രെഡിറ്റ് ഗ്രോത്തും അസറ്റ് ക്വാളിറ്റി റിക്കവറിയും കാരണം ബാങ്കിങ് സെക്ടറിലെ ഒരു സെൻറ്റിമെൻറ്റ് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഒരു ടെക്നിക്കൽ സിഗ്നൽസും ഇതിനെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. RSIയിൽ ഒരു റീബൗണ്ട്, അതുപോലെ തന്നെ മാക്ഡിയിൽ ഒരു ക്രോസ് ഓവറൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിൽ കാണാൻ കഴിഞ്ഞു. ഇത് ഈ ആഴ്ചയിലെ ഒരു പൊട്ടൻഷ്യൽ ബാങ്കിങ് പ്ലേ ആയിട്ട് ICICI മാറ്റുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ ഒരു കീ റെസിസ്റ്റൻസ് ലെവൽ ഒരു ബ്രേക്കൗട്ടിനായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ICICI ബാങ്ക് നമ്മളുടെ വാച്ച് ലിസ്റ്റിലെ അഞ്ചാമത്തെ സ്റ്റോക്കായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊരു റിസ്ക് ആൻഡ് റിയാലിറ്റി ചെക്കിലേക്ക് കിടക്കാം.
തീർച്ചയായിട്ടും ഒരു വാർണിംഗ് ആണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ മാർക്കറ്റ് സെന്റിമെന്റ് പെട്ടെന്ന് ഫ്ലിപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഈവൻ ദ ബെസ്റ്റ് സെറ്റപ്പ് ക്യാൻ ഫെയിൽ. അതുകൊണ്ടാണ് നമ്മൾ ലെവൽസ് വാച്ച് ചെയ്യണം എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ റിസ്ക് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യുക, നിങ്ങളുടെ റിവാർഡ് പിന്നെയാണ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. മാർക്കറ്റ് എപ്പോഴും നമ്മളുടെ ഡിസിപ്ലിനെയാണ് റിവാർഡ് ചെയ്യുക, ഒരിക്കലും പ്രഡിക്ഷനെ അല്ല. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്കുള്ള വാച്ച് ലിസ്റ്റ് റെഡിയാണ്. ഈ 5 സ്റ്റോക്കുകളിൽ ഏതാണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഈ ലെവലുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എൻട്രി ലഭിക്കത്തക്ക രീതിയിലുള്ള സ്റ്റോക്കുകളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടാൽ സന്തോഷം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വീഡിയോകൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം മാർക്കറ്റ് ഒരിക്കലും രണ്ടാമതൊരു അവസരം തരില്ല. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.